ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആണ് നോർമൽ സൈക്കിളിൽ ഷോക്ക് അബ്സോർബർ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അതാണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഇതാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സസ്പെൻഷൻ ഫോർക്ക്. അപ്പോൾ ഇത് നമ്മൾ റീസ്റ്റോർ ചെയ്തെടുത്തതാണ്. അപ്പോൾ ഇതിൻ്റെ റീസ്റ്റോറേഷൻ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സൈക്കിളിലാണ് നമ്മൾ ഈ ഷോക്ക് അബ്സോർബർ വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് സ്റ്റെമ്മിൻ്റെ സെൻറ്ററിൽ വരുന്ന ബോൾട്ടിനെ ലൂസ് ചെയ്യണം. അപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമ്മൾ സൈക്കിളിന് ഒരു കയർ ഉപയോഗിച്ച് മുകളിൽ നിന്ന് കെട്ടിത്തൂക്കി നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ വീൽ അഴിച്ചെടുക്കണം. അപ്പോൾ വീൽ അഴിക്കുന്നതിന് വേണ്ടി നമുക്ക് ആദ്യം ബ്രേക്ക് റിലീസ് ചെയ്യണം, എന്നിട്ട് വീൽ നമുക്ക് അഴിച്ചെടുക്കാം. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സ്റ്റെമ്മിനെ ഇതുപോലെ വലിച്ചൂരിയെടുക്കണം. അപ്പോൾ ഇതിപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുന്നേ ഒരു ആവശ്യത്തിന് വേണ്ടി സ്റ്റെമ്മ് അഴിച്ചെടുത്തത് കൊണ്ടാണ് ഇത് പെട്ടെന്ന് ഇതുപോലെ ഇളകി കിട്ടിയത്. സാധാരണ സ്റ്റെമ്മ് നല്ല ടൈറ്റ് ആയിരിക്കും, കുറച്ച് ബലം പിടിച്ചാൽ മാത്രമേ ഇളകി വരാറുള്ളൂ. അപ്പോൾ അടുത്ത് നമുക്കൊരു സ്പാനർ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ടോപ്പിൽ വരുന്ന ബോൾട്ടിനെ അഴിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഫോർക്ക് അഴിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സൈക്കിളിൽ ബെയറിംഗ് ആണ് വരുന്നത്. അപ്പോൾ ചില സൈക്കിളിൽ ഇതുപോലത്തെ ബോൾസ് ആയിരിക്കും വരുന്നത്. അപ്പോൾ അത് തന്നെ ആയിരുന്നാലും ത്രെഡഡ് ഫോർക്ക് ആണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെയാണ് നമുക്ക് അഴിച്ചെടുക്കേണ്ടത്. അപ്പോൾ ഇതേപോലെ തന്നെയുള്ള ഒരു ബെയറിംഗ് ഹെഡ് ട്യൂബിൻ്റെ അടിയിൽ, അതായത് ഫോർക്കിൻ്റെ മുകളിലും വരും. അപ്പോൾ നമുക്കിനി ഈ ബെയറിംഗും മറ്റുമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഫോർക്കിലുണ്ടായിരുന്ന മഡ് ഗാർഡും ബ്രേക്ക് സെറ്റും ഒക്കെ അഴിച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലുള്ള റിങ്ങിനെ ഊരി എടുത്തിട്ട് നമുക്ക് സസ്പെൻഷൻ ഫോർക്കിൽ പിടിപ്പിക്കണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സസ്പെൻഷൻ ഫോർക്ക്. അപ്പോൾ നമുക്കിനി ഇതിനെ നമ്മുടെ പഴയ ഫോർക്കുമായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ വ്യത്യാസം വരുന്ന ഫോർക്കിൻ്റെ നീളത്തിലാണ്. അതായത് നമ്മുടെ സസ്പെൻഷൻ ഫോർക്ക് നമ്മുടെ സൈക്കിളിലുണ്ടായിരുന്ന പഴയ ഫോർക്കിനേക്കാൾ 2 ഇഞ്ചോളം നീളം കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ സൈക്കിളിൽ പിടിപ്പിക്കുമ്പോഴത്തേക്ക് സൈക്കിളിൻ്റെ ഫ്രണ്ട് ഹൈറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അടുത്ത വ്യത്യാസം വരുന്നത് ഇതിൻ്റെ വെയിറ്റിലാണ്. അതായത് സാധാ ഫോർക്കിന് 1/2 കിലോയ്ക്ക് താഴെയായിരുന്ന വെയിറ്റ് എങ്കിൽ സസ്പെൻഷൻ ഫോർക്കിന് 2 കിലോയോളം വെയിറ്റ് ഉണ്ടാവും. അതായത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റുന്നത്, നമ്മളൊരു നോർമൽ ഫോർക്കുള്ള സൈക്കിളിൽ നമ്മൾ സസ്പെൻഷൻ ഫോർക്ക് പിടിപ്പിക്കുമ്പോഴത്തേക്ക് സൈക്കിളിൻ്റെ ഫ്രണ്ട് വെയിറ്റും കൂടും, അതുപോലെ തന്നെ സൈക്കിളിൻ്റെ ടോട്ടൽ വെയിറ്റും കൂടും. അപ്പോൾ ഇനി നമുക്ക് നമ്മൾ നേരത്തെ ആ പഴയ ഫോർക്കിൽ നിന്ന് ഇളക്കിയെടുത്ത റിങ്ങിനെ നമുക്ക് ഇതിൽ പിടിപ്പിക്കണം. അപ്പോൾ ഇനി നമുക്ക് സസ്പെൻഷൻ ഫോർക്കിന് സൈക്കിളിൽ പിടിപ്പിക്കണം. അപ്പോൾ ഈ ബെയറിംഗ് വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് കുറച്ച് ഗ്രീസ് ഇട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിലുള്ള നട്ടും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ ഈ ഒരു രീതിയിൽ ചെറിയൊരു ഗ്യാപ്പ് കാണുന്നുണ്ട്. അപ്പോൾ നമ്മൾ പിടിപ്പിച്ച ഫോർക്കിലുള്ള ട്യൂബിൻ്റെ ലെന്ത് കൂടുതലായതുകൊണ്ടാണ് അങ്ങനെ ഗ്യാപ്പ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ള ഗ്യാപ്പ് കുറവായതുകൊണ്ട് നമുക്കൊരു സ്പേസർ ഇട്ടിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇനി ഗ്യാപ്പ് ഒരുപാട് കൂടുതലാണെങ്കിൽ നമുക്കത് കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പോൾ അതൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നമ്മൾ നേരത്തെ ഊരിയെടുത്ത സ്റ്റെമ്മും ഹാൻഡിലും കൂടെ പിടിപ്പിച്ച് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇനി നമുക്ക് ഇതിൽ ബ്രേക്ക് സെറ്റാണ് പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ഇതിൽ വി ബ്രേക്കാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ അടുത്ത് വി ബ്രേക്ക് ഇല്ലാത്തതുകൊണ്ടും അതുപോലെ തന്നെ നമ്മളിത് കാണിക്കാൻ വേണ്ടി മാത്രം ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടും നമ്മളിതിൽ ബ്രേക്ക് സെറ്റ് ഫിറ്റ് ചെയ്യുന്നില്ല. അപ്പോൾ നമ്മളിതിൽ ബ്രേക്ക് സെറ്റും കൂടെ ഫിറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ ഫോർക്കിൻ്റെ ഇൻസ്റ്റലേഷൻ വർക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോ കാണാം.